അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓണം വെക്കേഷന് പോയ സമയത്ത് കുറച്ച് ബുക്കുകൾ നോക്കിയതാണ് കേട്ടോ. അവിടെ വീട് റെനോവേറ്റ് ചെയ്ത സമയത്ത് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾക്ക് പറ്റിയ ബുക്കുകളുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. എൻ്റെ പഴയ ബുക്കും എൻ്റെ അനിയത്തിൻ്റെ ബുക്കുകളും അനിയർക്ക് വേണ്ടി വാങ്ങിയ ബുക്കുകളും എല്ലാം ഉണ്ട് കേട്ടോ. അനിയന്മാരുടെ ബുക്കുകളെല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയ സമയത്ത് എൻ്റെ ഒരു ഓട്ടോഗ്രാഫ് അവിടെ കിട്ടിയത്. ആ ഓട്ടോഗ്രാഫ് നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ. അപ്പം ഒരു രസമല്ലേ നമുക്ക് ഈ ഓട്ടോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മെമ്മറിയാണ്. അന്ന് ഓട്ടോഗ്രാഫിനൊക്കെ ഭയങ്കര സംഭവമായിരുന്നു അന്നൊക്കെ ഓട്ടോഗ്രാഫ്. അപ്പോൾ ഈ ബുക്സൊന്നും അന്ന് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കലല്ല. അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ നമ്മൾ തന്നെ വാങ്ങുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരുപാട് പിന്നെ കട്ടിങ്സും പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എൻ്റെ മിയക്ക് ഭയങ്കര കൗതുകം കേട്ടോ. ഇതൊക്കെ അമ്മൻ്റെ ബുക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊന്നും നിങ്ങളൊക്കെ കാണിക്കാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ബുക്കുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ വാങ്ങിക്കുക ചെയ്യുക. ഭയങ്കര കൗതുകമാണ് ഇങ്ങനത്തെ ബുക്കുകൾ കാണുന്നത്. അതിലാണ് ഈ ഒരു ബുക്ക് കിട്ടിയത്, എൻ്റെ ഒരു ഓട്ടോഗ്രാഫ്. എൻ്റെ മക്കളും ഉണ്ട് കൂടെ തന്നെ എല്ലാ പണിക്കും. ഇതിൻ്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ. അപ്പം ഇതിൽ എഴുതിയതൊക്കെ കണ്ടാൽ ഭയങ്കര എന്താ പറയുക, എന്താ പറയുക, ഇപ്പോൾ അതിനൊരു വാക്കുകളില്ല പറയാൻ. നമ്മുടെ അന്നത്തെ ഒരു ഇതൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സിലേക്ക് വരും, അന്നത്തെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്താണ് ഇത്, SLC എന്ന മഹാദുരന്തത്തെ മറികടന്ന് ഡിസ്റ്റിങ്ഷൻ എന്ന കുടുംബം എത്തുമ്പോൾ ഈ പാവം എന്നെയും ഓർക്കണേ സഹോദരി എന്നിട്ട് എഴുതിയിട്ടുള്ളത്. എന്തോ ഇങ്ങനത്തെ ഒന്നും മക്കളൊന്നും ഇപ്പോൾ എഴുതൂല. എൻ്റെയൊക്കെ 90, ഞാൻ 90 19s ഞാൻ. അപ്പോൾ ആ സമയത്ത് 19s ആളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ അന്നൊക്കെ ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. സൂര്യകിഴങ്ങ് കാലിൽ വന്ന് എണീറ്റ് ഞാൻ ആദ്യം ഓർക്കുക എൻ്റെ ഓമന സഹോദരിയെ. ഇങ്ങനെയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയൊന്നും പറയില്ല. ഇതിൻ്റെ സലാം മാഷ് എഴുതി സൈനിട്ടാണ്. ഇതൊക്കെ സൂക്ഷിച്ചതുകൊണ്ടാണ് എപ്പോഴും കാണാൻ പറ്റിയത്. കാരണം ഒരുപാട് മെമ്മറീസ് നമുക്ക് നമ്മുടെ 10ാം ക്ലാസ്സിലും ഇതൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു, ഞങ്ങളുടെ സാറിൻ്റെ പേര് കുട്ടിരായ എന്നായിരുന്നു. CHM കൊട്ടാരത്തിലെ കുട്ടിരായ എന്ന രാജാവിൻ്റെ കീഴിൽ 103 മന്ത്രിമാർ അധ്യാപകരായിരിക്കും ഉദ്ദേശിച്ചത്. എന്താ ചെയ്യുക, രസമാണ് ഇതൊക്കെ. അതൊക്കെ ഒരു രസം. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഇതുപോലത്തെ മെമ്മറി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, കാണുന്നവർക്കും ഉണ്ടാവും, നമ്മളെ മുന്നുള്ളവർക്കും ശേഷമുള്ളവർക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓട്ടോഗ്രാഫ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നില്ലേ. ഈ നമ്മുടെ സെൻഡ് ഓഫ് എന്നുള്ളതിൻ്റെ പേരിനമായിട്ട് വേറെ എന്തോ ഒരു പേരൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇതിലേതൊക്കെ അതൊക്കെ വെറും കോപ്പി ആയിരിക്കും കേട്ടോ. അതൊക്കെ ചിലത് മാത്രം എന്താ പറയുക, നമ്മുടെ സ്വന്തം ഇതിൽ നിന്നൊക്കെ എടുത്ത് എഴുതിയുണ്ടാവുള്ളൂ. ഇവരൊന്നും സത്യം പറഞ്ഞാൽ ഷെരീഫ ഇവരൊന്നും പിന്നെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ പിന്നെ ഓരോന്നും കണ്ടിട്ടില്ല. അതൊക്കെ ഇത് പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററായിരുന്നു, അവരെ കാണാറുണ്ട്. പക്ഷെ ഇതൊന്നും ഉവൈസ് എന്ന് പറഞ്ഞ ആൾ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ. എപ്പം എനിക്ക് തോന്നുന്നത് അന്ന് നമ്മൾ ഈ ഒരു വിജയബേരി ക്ലാസ്സുകൾ തിരിക്കുമല്ലോ, ആ സമയത്തുള്ള ക്ലാസ്സിലത്തെ കുട്ടികളാണെന്ന് തോന്നണത്. എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഇവരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കിയുള്ള കുറേ പേരെ എനിക്ക് ഓർമ്മയില്ല പേര് കാണുമ്പോൾ. എന്നാലും ഒരു മെമ്മറി. അപ്പോൾ ഞാൻ 2006, 2007 കാലഘട്ടമായിരുന്നു കേട്ടോ. CHMH പൂക്കളത്തൂരിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, നമ്മളെ കൂടെ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയുക, കുറേ സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആരും ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം നമ്മളെ ഓട്ടോഗ്രാഫ് ഇത് ഞാൻ മറന്നു പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എടുത്ത് വെച്ചു. നമ്മുടെ വീട് പണിയായ സമയത്ത് കളഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതുപോലെ മെമ്മറികളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ +2ൻ്റെ ഓട്ടോഗ്രാഫാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട്സും എല്ലാം മാറിയില്ലേ. ജസ്റ്റ് സ്പീഡ് കൂട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ഇടാൻ മറക്കരുതേ.